السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അവിടുത്തെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് കൊടുക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാ ഹൈറുകളുടെ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ആഫിയത്തും ആരോഗ്യം അവർക്കും നമുക്കൊക്കെ അല്ലാഹു തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഇനി കടന്നു വരുന്നത് ഒരു പുണ്യമാക്കപ്പെട്ട മാസമാണ്. പുണ്യമാക്കപ്പെട്ട മാസം എന്ന് പറയുമ്പോൾ മാസങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പുണ്യമുള്ള ഒരു രാവായിട്ട് ഒത്തിരി വിശ്വകാലസമാനങ്ങൾ പരിചയപ്പെടുത്തിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, അല്ലേ? അതിനേക്കാൾ ഉത്തമമായ രാത്രിയാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായ ആ രാത്രി. ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ വിശദീകരിച്ചതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈ പ്രദേശത്തുകാർ അതൊക്കെ ഉൾക്കൊണ്ട ഒരു സമൂഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും ചില ആളുകൾക്കൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ തോന്നലുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതിനു വേണ്ടി ഞാൻ പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരു പ്രത്യേക മിമ്പർ സ്ഥാപിച്ചു. എന്തിനായിരുന്നു ആ മിമ്പർ പറയുമോ? അത് പ്രത്യേകമായിട്ട് സഹാബികളായിരുന്നു. അദ്ദേഹം വലിയ കവിയായിരുന്നു. അറബികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട കവിയാണ്. ഹദീസുകളിലുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ പോയി പറയുന്നത്. ആ മഹാൻ വലിയ കവിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുകൾ പാടി. റസൂലുള്ളാഹി പള്ളിയിലായിരുന്നു മിമ്പർ സ്ഥാപിച്ചിരുന്നത്. ആ പാട്ട് പാടുന്നത് മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മധുഹ് പാടാൻ വേണ്ടി ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തുവെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മളുടെ നിന്നൊക്കെ വ്യതിരിക്കുന്നത്? നമുക്കതൊന്നും പറ്റൂല, അത് വേണ്ട എന്നൊക്കെ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഈമാനിനെ കവർത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അതുപോലെ വാദക്കേന്ദ്രങ്ങളൊക്കെ ചിന്തിക്കാം, അതൊക്കെ പറ്റൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയ പ്രോത്സാഹനം നൽകിയ ഒരു സംഗതി പിന്നെ നമ്മളാ തീരുമാനിക്കാൻ വേണ്ടത്? നമ്മൾ അതിനാരാ? പ്രിയമുള്ളവരെ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. റബീഉൽ മാസം വരികയാണ്, പള്ളിയിൽ മൗലിദ് നടക്കും. ആ സമയത്ത് അതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് എഴുതിക്കോളാം, ചെല്ലണ്ടെന്നല്ല, വീട്ടിൽ നിന്നും ചെല്ലണം. നമ്മുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ ഇരുത്തി നമ്മൾ മൗലിദ് ചെല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ മണ്ണിൽ പ്രാധാന്യം കാണുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ജുമുഅത്ത് പള്ളി. ആ പള്ളിയിൽ മൗലിദ് നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. മഗ്‌രിബിന്റെ ശേഷം നടക്കാറുള്ളത് അല്ലേ മൗലിദ്? മഗ്‌രിബിന് ശേഷം ആ മൗലിദിൽ ദുആ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് എല്ലാവരും പോകുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. മക്കളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ആ മക്കളൊന്നും പിന്നീട് കിട്ടുക. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം, മൗലിദിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാവി ആ മക്കളെ മൗലിദെല്ലാം കിട്ടൂല. കാരണം പ്രേമം, ആ സ്നേഹം അവിടെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ കൊത്തി വെക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ മഹല്ല് മാറും. അത് നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എടുത്തു നിങ്ങളൊക്കെ കണ്ടതായിട്ട് പള്ളികളെല്ലാം അമ്പലങ്ങളാണ് സുന്നികളുടെ, കേട്ടിട്ടുണ്ടാവും അല്ലേ? അതും തലക്കെട്ട് കെട്ടി ഇതേപോലെ വേഷം ധരിച്ച ആള് പറയുമോ അത് ശരിയാണെന്ന് നമ്മൾ വെച്ചാൽ ഈ ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന് ഒരു സഭ പറഞ്ഞ അത് ശരിയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ അത്തരം ആളുകളൊക്കെ നമ്മൾ ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ നമ്മുടെ പിന്നിൽ എന്തിനാ തുടർന്ന് നിസ്കരിക്കുന്നത്? കാഫിറുകളുടെ പിന്നിൽ എന്തിന് തുടർന്ന് നിസ്കരിക്കണം? എന്തിനാ അവർ അടുത്ത ഭക്ഷണം ഭക്ഷിക്കണം? അവരടുത്ത പോയില്ലേ മാറ്റിക്കൊണ്ട് പോകുന്നത് അല്ലേ? ഭൂരിഭാഗം മുജാഹിദുകളും അവർക്ക് മാത്രം പ്രത്യേക മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇല്ല, വിദേഹത്തുകാരങ്ങനെ തുടങ്ങിയിട്ടില്ല, ഇല്ല. മാത്രമല്ല അവർക്ക് അവരുടെ പിതാവിന്റെ സ്വത്തിൽ അനതെടുക്കാൻ പാടുണ്ടോ? ഭാര്യ സുന്നിയാണെങ്കിൽ ആ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ ഭാര്യയായിട്ട് നിലനിർത്താൻ പാടുണ്ടോ? എന്തെല്ലാം ഗൗരവമുള്ള വിഷയമാണ് ഇത്തരത്തിൽ ചിന്തിക്കാനത്. അവർ തമ്മിൽ നടക്കുന്ന ബന്ധം വിചാരമായിരിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ ഗുരുതരമായിട്ടുണ്ട്.
പ്രിയമുള്ളവർ, അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറയാൻ വിചാരിച്ചത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഈമാൻ കവർന്നെടുക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. പിശാചിനെ പേടിക്കാൻ നമ്മളെ ആവശ്യമില്ല. പേച്ചാറ് പേടിക്കാൻ പിശാചിന് ആവശ്യമില്ല. നമ്മളെയാണ് അവർക്ക് പേടിക്കേണ്ടത്. പിശാചിന് പിന്നെ നമ്മൾ കാണുന്നില്ലല്ലേ. പല വിധത്തിലുണ്ടായി നമുക്ക് നിസ്കാരമൊക്കെ കൃത്യമായിട്ട് സുന്നികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും കുടുംബത്തെ നിസ്കരിക്കും, അല്ലെ പള്ളിക്ക് വരും, അങ്ങനെ ഇരിക്കാം. പിശാച് അവരെ പേടിക്കുന്നത് അവരുടെ പള്ളിക്ക് പോകണ്ട, അവർ നിസ്കരിക്കണ്ട. ഇന്നാ നിസ്കരിക്കുന്ന ആ വിനയത്തിന്റെ ആളുകളെയോ പിശാചിനെ പ്രശ്നമില്ല. അതേ ഭരിച്ചവരാണ്. അവിടെ ഈമാൻ ആദ്യം എന്തായിട്ടുണ്ട്? പിശാച് കവർന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവരെ പേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഈമാനുള്ള ഒരു ഭാഗം ആളുകളെയാണ് നമ്മൾ പേടിക്കാൻ പോവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പിശാചിന്റെ വലയിൽ കെണിവലയിൽപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ അത്ര ആളുകൾ ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നമ്മളാണെങ്കിൽ പോലും ഒരു മോര് നടക്കുമ്പോൾ അഴുതാതെ നടക്കുമ്പോൾ എന്നാലും പ്രിയമുള്ളവർ തിരക്കൊക്കെ മാറ്റിവെച്ച് കുറച്ച് സമയമെങ്കിലും ഒരു അഴുതാതില്ല, ഒരു മൊഴിതിനാണ് അരമണിക്കൂർ മൊഴിതിന് വേണ്ടി വരും, അല്ലെങ്കിൽ അഴുതാതില്ലാതെ ഒരു 15 മിനിറ്റ് വേണ്ടി വരും. നമ്മളല്ലേ അത് നിലനിർത്തിക്കൊണ്ട് പോവേണ്ടത്. അതിനല്ലേ നമ്മുടെ പള്ളികൾ ഇവിടെ സ്ഥാപിച്ചത്. നിങ്ങൾക്കറിയുമോ, താങ്കൾ തടപ്പുറം മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണ്. മഹാന്മാരായ ആളുകൾ അവിടെ മൗലിക സ്ഥാപിച്ചു എല്ലാ വീടുകളിലും. എന്തിനായിരുന്നു? ആ കൊറോണ മാറിക്കിട്ടാൻ വേണ്ടി, ആ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇന്നും അവിടെ നടത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചയും. ഞാൻ മന്ദിരാസ്ലാമിലൊക്കെ പഠിക്കുന്ന കാലത്ത് മന്ദിന്ന് കുട്ടികൾ പോകും. അതൊക്കെ ദാരിദ്ര്യമാണല്ലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്. എന്തിനു വേണ്ടി? അവർ മൊരുന്ന് പോലെ പൈസ കിട്ടും. അങ്ങനെ അവർക്ക് ആ മുതാലിമികൾ ധാരാളം ഇവിടെ വേദന ഒന്നിക്കുന്ന മാതിരി അവിടെയും മറ്റു ചെല്ലും, മുതാലിമികൾ ചെല്ലും. എന്നിട്ട് ഓരോ വീട്ടുകാരും കൂട്ടിക്കൊണ്ടു എന്നിട്ട് അവിടെ ദുബായിൽ മൊഴിതാ നടക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ആ വീടുകളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മുടെ പൈതൃകമാണ്, പാരമ്പര്യമാണ് എന്ന് മനസ്സിലാക്കണം. മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരു സഹാബി റാബിഅ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചും അല്ലാതെയും മദ്ഹ് ധാരാളം മദ്ഹുകൾ പാട്ടുപാടി നടക്കുകയാണ്. എനിക്ക് റസൂലുള്ളാഹി ചോദിച്ചു, അതല്ല റാബിഅ, നീ എന്തിനാ എന്റെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? എന്തുദ്ദേശത്തിനാണത് എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റാബിഅ റളിയല്ലാഹു തആല പറഞ്ഞിരുന്നറിയുമോ? നബിയെ, അങ്ങയോടുള്ള ഇഷ്ക് കാരണമാണ്, അങ്ങയോടുള്ള പ്രേമം കാരണമാണ്, അങ്ങയോടുള്ള സ്നേഹം കാരണമാണ് നബിയെ ഞാൻ ഈ പാട്ട് പാടി നടക്കുന്നത് എന്ന് മുത്തനബിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ സഹാബി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ആ റാബിഅ റളിയല്ലാഹു തആല പ്രാർത്ഥിച്ചതെന്നറിയുമോ? റാബിയത്തെ, നിന്റെ വായ്ക്ക് തകരാറും സംഭവിക്കാതിരിക്കട്ടെ, നിന്റെ വായക്ക് നിന്റെ തൊണ്ടക്ക് ഒരു കേടും സംഭവിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. റാബിഅ റളിയല്ലാഹു തആല വാർദ്ധക്യം ചെന്നു. ആ പ്രാർത്ഥനയുടെ ഫലം തന്നെ നമുക്കൊക്കെ അറിയാം. നമ്മുടെ വായിലുള്ള പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകാറുണ്ടല്ലോ. വാർദ്ധക്യം ചെല്ലുമ്പോ ഭൂരിഭാഗം ആളുകളുടെ പല്ലുകളും കൊഴിഞ്ഞു പോകും. റാബിഅയുടെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷം വീണ്ടും പല്ലുകൾ കാലത്ത് തന്നെ വരുന്നതാണ് കണ്ടത് സഹാബികൾ. കുട്ടികളെ പല്ല് പോയാലും കണ്ടാൽ വരും അല്ലേ? പ്രായം വരുന്ന ആളുകൾ പല്ല് കൊഴിഞ്ഞാൽ പിന്നെ പല്ല് അവിടെ ആ സ്ഥാനത്ത് വരില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ അനന്തര ഫലമായിരുന്നു റാബിഅ റളിയല്ലാഹു തആല അൻഹു കൊഴിഞ്ഞു പോയ പല്ലുകളെല്ലാം വീണ്ടും അവിടെ മുളക്കുകയാണ് ഉണ്ടായത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലിയതിന് കാരണം, അദ്ദേഹം പാട്ടുപാടിയതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഫലമായി. നിങ്ങൾക്കറിയുമോ, മലപ്പുറം ജില്ലയിലെ മൊയ്യനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വലിയ മഹാനാണ്. ബ്രിട്ടീഷുകാരോട് പണപൊല്ലിയവരാണ്. ബ്രിട്ടീഷുകാർ അവിടെ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തുമൊക്കെ കാര്യങ്ങൾ നീണ്ട ചരിത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ പേര് ഇന്നും മസ്ജിദുൽ ഹുനൂദ് എന്ന്, മസ്ജിദുൽ ഹുനൂദ് തായിഫിൽ കാണാം. തായിഫിൽ മസ്ജിദുൽ ഹുനൂദ് ഇന്ത്യക്കാരുടെ വഴി സ്ഥാപിച്ചതാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ആ ഖബർ ശരീഫ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഖബർ ശരീഫ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. നമുക്കൊക്കെ അറിയാം, ഭയവർക്കറിയാം, ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഉള്ളിലേക്ക് കടത്തില്ല, അതിനെ തൊടാൻ പോലും സമ്മതിക്കില്ല. അന്നത്തെ കാലത്തൊന്നും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായത്. അങ്ങനെ മഹാനായ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുകയാണ്, എനിക്ക് ഖബർ ശരീഫിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കണം എന്നവരോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല. മഹാനായ ചെയ്യുന്നറിയുമോ, അദ്ദേഹം പ്രത്യേകമായിട്ട് മനസ്സിന്റെ അടിത്തളത്തിൽ നിന്ന് കൊണ്ടുവന്നതായ പ്രത്യേകമായ മധുകൾ അവിടെ വെച്ച് ചൊല്ലി. ഇന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ബൈത്തുകൾ. ആ ബൈത്തുകൾ ശരീഫിന്റെ മുന്നിൽ വെച്ച് മഹാനായ ചൊല്ലിയപ്പോ, കണ്ണുനീരുകൾ ഒരുമിച്ചുകൊണ്ട് ചൊല്ലിയപ്പോ ആ ശരീഫിന്റെ കവാടങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ നോക്കി നിൽക്കെ പൊട്ടി. അത് പൊട്ടി കിടന്നു. മഹാനായ ഉള്ളിലേക്ക് കടന്നു. റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് അത് നിന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? മഹാനായ മധുകൾ ചൊല്ലി. മഹാനായ ആ ബൈത്തുണ്ടല്ലോ, അന്ന് ചൊല്ലിയ ബൈത്ത് ഇന്നും പോയവർക്ക് കാണാം. തൂണിൽ ഇന്നും ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ബൈത്തുകൾ. മലപ്പുറത്ത് മൊയ്യാൻ ചൊല്ലിയ ബൈത്താണ് ഇന്നും ആ ശരീഫിന്റെ തൂണുകളിൽ ഇന്നും അവിടെ കുത്തിവെച്ചിട്ടുള്ളത്. കാണാൻ പോയാൽ റസൂലുള്ളാഹിന്റെ മധുരിക്കണ്ട, അത് വിദഅത്തോ അല്ലെങ്കിൽ നിരാകരിക്കേണ്ട സംഗതി ഒന്നല്ല, പുറത്തിരിക്കേണ്ട സംഗതിയല്ല റസൂലുള്ളാഹിന്റെ മധുരി എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ള മാസമാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. പടച്ചറപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് അതിന്റെ ഫലം കിട്ടണം. റസൂലുള്ളാഹിയുടെ ഹബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു ചെന്നിട്ടുള്ള ആ ഈമാനിന്റെ മാസ്മരികത നമുക്ക് ലഭിക്കണമെന്ന് ഉദ്ദേശത്തോടെ എല്ലാവരും പങ്കെടുക്കുക. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഉഹ്റവിയ ലക്ഷ്യമാണ്, ഇമാൻ സലാമത്താവാനുള്ള ഒരു കാര്യമാണെന്നുള്ള ബോധത്തോടു കൂടി അതിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു തആല തീർക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിലും അതുപോലെ വീടുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് പൂർണ്ണ ശിഫായ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റുള്ള നാടുകളിലൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു ഖൈറും റാഹത്തും ബറക്കത്തും സലാമത്തും നൽകട്ടെ. നിങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, ഗുരുവര്യന്മാർ, സാധാർത്ഥ്യങ്ങൾ, അതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം.